പല്ല് തേക്കാതെ ചായ കുടിക്കുന്ന ആരാ? അല്ല വെയിറ്റ് രണ്ടും ഇങ്ങനെ തിരിക്കി രണ്ടുപേരും പല്ല് വെക്കാതല്ലേ ചായ കുടിക്കുന്ന എല്ലാ ദിവസവും. സത്യം പറയട്ടെ, ഞങ്ങൾ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിക്കുന്നത് പല്ല് വെക്കാതെ. ഞാൻ സത്യം പറയുള്ളൂ. നമ്മുടെ വീട്ടിലല്ലേ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കാന്നല്ലോ പറഞ്ഞേ. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിനെന്ത് കുഴപ്പം? കാര്യം ഞാൻ ഒരിടത്ത് വായിച്ചിട്ടുണ്ട്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ള നമ്മുടെ മൗത്തില് കൊറേ നല്ല വൈറ്റമിൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ വൈറ്റമിൻസിന് ഭയങ്കര നാറ്റാണ് ഉള്ളത് പറയണോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പല്ല് തേക്കാതെ നിർത്തിയാൽ മതിയായിരുന്നു. നീ ഇവിടെ ഭയങ്കര നല്ല പുള്ള ചമയരുത്. ഇല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് കടന്നില്ല. എന്തിനാ നാട്ടിക്കുന്നേ പറയുന്നത്? രാവിലെ അതിന്റെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നല്ലതാണ്. ഷിട്ടു, നീ ഒരു കാര്യം ഓർത്തോ, ഞാൻ സത്യം മാത്രം സത്യം മാത്രമേ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും നിങ്ങൾ പേസ്റ്റ് ഒക്കെ മേടിക്കാറുണ്ടോ? ഞങ്ങള് പല്ലേച്ചിട്ട് പുറത്തിറങ്ങാറുള്ളൂ. വെരി ഗുഡ്. അയ്യോ, ഇന്ന് പല്ലേച്ചിട്ട് വന്നേക്കുന്നേ കണ്ടോ? നിങ്ങൾക്ക് 7 വർഷത്തെ എന്നെ പറ്റി ഒരു വിലപ്പെടുത്താൻ കിട്ടുന്നുണ്ടോ? എന്തിലൂടെയൊക്കെയാണ് ഞാൻ വന്നതെന്നുള്ളത്. ഓക്കെ, അടുത്ത എണീറ്റ് ഉടനെ ഫോണിൽ കുത്തുന്ന ആരാ? ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, വെരി ഗുഡ്. അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കാനുണ്ടോ? ഫസ്റ്റ് എഴുന്നേക്കുന്ന ആളായിരിക്കും ഫോണിൽ കുത്തുന്നത്, അത്രേ ഉള്ളൂ. എഴുന്നേറ്റ് ഇനിയിപ്പോ എല്ലാവരുടെയും ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന എഴുന്നേക്കുമ്പോൾ തന്നെ ഫോൺ നോക്കാൻ ആരൊക്കെ മിസ് കോൾ ഉണ്ട്, ആരൊക്കെ ഇൻസ്റ്റാ മെസ്സേജ് ഉണ്ട്. നമ്മൾ പക്ഷേ ഈ ഫോണിന്റെ ലൈറ്റിലേക്ക് ആദ്യം കണ്ണു തുറക്കരുതെന്നൊക്കെയാ പറയുന്നത്. ഫോണിന്റെ ലൈറ്റിലേക്ക് നമ്മൾ കണ്ണു തുറക്കത്തില്ല, നമ്മൾ കണ്ണു തുറന്നിട്ടല്ലേ ഫോണിലേക്ക് നോക്കുള്ളൂ. ഞാൻ ഫോൺ തപ്പിയെടുത്ത് അതിന്റെ അലാം ഓഫ് ചെയ്തിട്ട് ആദ്യം ഇതിലേക്ക്. അങ്ങനെ ചെയ്യരുത്. കണ്ണൊക്കെ തുറന്ന് സൈഡിൽ നമ്മൾ ഇന്നലെ കിടന്ന ആള് തന്നെയാണോ? ആരാണ് നല്ല പോലെ കൂർക്കം വലിക്കുന്നത്? നല്ല പോലെ സത്യം പറയണം കേട്ടോ. അപ്പൊ പൊന്ന് കൂർക്കം വലിക്കുന്നില്ലെന്നാണ് പൊന്നിന്റെ വിചാരം. ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കൂർക്കം വലിക്കില്ല, നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ കൂർക്കം വലിക്കുമെന്ന് നോക്കാൻ പറ്റൂല. ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ആരുടെ കൂർക്കം വലിക്കാണ്? അത് എനിക്കറിയത്തില്ല. കാര്യം ഇന്റൻസിറ്റി അളക്കാൻ പറ്റത്തില്ല കൂർക്കം വലിക്കുമ്പം. കട്ടില കണ്ടാൽ ഏറ്റവും ആദ്യം ശവമാകുന്നത് മിസ്റ്റർ ജീവയാണ്. അത് ഞാൻ പറയും, കിടക്കും ഫ്ലാറ്റ്സ്. അപ്പം ഞാൻ ഉറക്കം വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ആ സമയത്ത് എന്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് വൻ കൂർക്കം വലി. ഞാൻ എന്റെ ഇന്റൻസിറ്റി ഉറക്കം കഴിഞ്ഞ് ഞാൻ പതുക്കെ എഴുന്നേക്കും. അപ്പൊ ഇവിടെ ഒരാൾ ഇന്റൻസിറ്റിയിലേക്ക് വരും, അതായത് ഉറങ്ങി തുടങ്ങി. അപ്പൊ ഞാൻ കേൾക്കുന്നത് പിന്നെ താരാട്ടാണല്ലോ. നിങ്ങൾക്ക് ഇതിന്റെ ഇന്റൻസിറ്റി എന്തുകൊണ്ട് മനസ്സിലായി? ഇതിന്റെ ഇന്റൻസിറ്റി എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തറിയോ? ഇതിന് ഇടയ്ക്ക് കിടന്നുറങ്ങാൻ 2 പിള്ളേരില്ലല്ലോ. അതൊരു പിള്ളേരുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അപ്പൊ തന്നെ അടുത്ത ആളെ ചവിട്ടി ഹോളിലേക്ക് പറഞ്ഞു വരുന്നുണ്ടോ.